നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പം നമ്മുടെ ലെഗ് സ്ട്രെങ്തനിങ് എക്സസൈസ് അത് 20 മിനിറ്റ് ഉള്ള ഒരു വർക്കൗട്ട് റുട്ടീൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഈ വർക്കൗട്ട് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ 20 മിനിറ്റും ഈ വ്യായാമങ്ങൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഈ എക്സസൈസുകൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കാലിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാലുകൾക്കുണ്ടാവുന്ന നമ്മുടെ മുട്ടുവേദന, അതൊക്കെ തന്നെ കാലുകൾക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് ഒന്ന് മാറ്റി നിർത്താനൊക്കെ സഹായിക്കുന്ന എക്സസൈസ് കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ വർക്കൗട്ട് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് ഒരു കസേര നമ്മൾ ഒരു കസേരയുടെ സഹായത്തോടു കൂടിയാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട്. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഫോളോ ചെയ്യുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം കാരണം ഞാനൊരു കസേര എടുത്തിട്ടുണ്ട്. കസേരയിൽ നിങ്ങൾ ഇതിനൊക്കെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ എക്സസൈസ് തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം കണ്ടില്ല, ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ ബാക്കിലോട്ട്, നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിനും നമ്മുടെ ഗ്ലൂട്ട് മസിൽസിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം തുടങ്ങാം. ഇതേപോലെ 1 സെക്കൻഡ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴ്ത്തി വരിക. 2, 3, 4, 5, 6, 7, 8. ഈ ഒരു മസിൽസ് എല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. 9, 10, 1, 2. 12 എണ്ണം നമ്മൾ ഈ കാലിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത കാലിൽ ഇതേപോലെ തന്നെ ചെയ്യാം. 1, ഹോൾഡ്, സാവധാനം താഴ്ത്തി കൊണ്ടുപോവുക. 2, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ്. 3, 4, 5, 6, 7, 8, come on, 9, 10. Very good. 1, 2. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം. അത് രണ്ടാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. നിങ്ങൾ കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1, 2, 1 സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, 3. ഇത് നിങ്ങളുടെ തുടകളുടെ ഭാഗത്തെ പേശികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. 4, 5, ഗുഡ്. 6, 7, 8, ഗുഡ്. 9, കാല് സ്ട്രൈറ്റ് ആയിരിക്കണം. 10, ഗുഡ്. 1, 2. ഓക്കെ, ഈ കാലിൽ നമ്മൾ 12 ചെയ്തു. അതിനുശേഷം അടുത്ത കാല് ചെയ്യാം. 1, നൈസ്. 2, 3. നമ്മൾ നമ്മുടെ ആ ഒരു കാലിലെ മസിൽസിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക. 4, 5. കാലിലെ ആ മസിൽസുകളെല്ലാം നല്ല ബലപ്പെടുന്നതായിട്ട് നമ്മൾ കരുതുക. ഓക്കെ, 6,
7, 8, 9, 10. Very good. 1, 2. അപ്പോൾ ഓരോ കാലിലും നമ്മൾ 12 എണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഈ തുടകളുടെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. ആയിട്ട് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, ഒരെണ്ണം നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ ചെയ്തു, അടുത്ത നമ്മൾ സിറ്റിംഗ് പൊസിഷൻ ചെയ്യുന്നു, വീണ്ടും നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിലോട്ട് വരുന്നു. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങൾ കൈകൾ ഇതിനൊക്കെ കസേരയിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് ഉയർത്തുക. ഓക്കെ, ഇതേ കണക്ക് ഉയർത്തി പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 1, 2, 3, 4. ഈ എക്സസൈസ് നിങ്ങളുടെ ഈ ഹിപ്പ് ഭാഗത്തെ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കും. അതേ കണക്ക് തന്നെ നിങ്ങളുടെ തുടകളുടെ മസിൽസിനെ സ്ട്രോങ് ആക്കാനും സഹായിക്കുന്ന എക്സസൈസ് ആണ്. 6, ഗുഡ്. 7, 8, 9, 10. Come on. 1, 2. ഓക്കെ, 12 റെപ്പറ്റേഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത കാലിൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേ കണക്ക് കാല് ഉയർത്തുക. ഓക്കെ, ഇതേപോലെ ഈ ഒരു പൊസിഷൻ. അതിനുശേഷം റൊട്ടേഷൻ 1, 2, ഗുഡ്. 3, 4, 5, 6, 7, 8, ഗുഡ്. 9. സാവധാനം ക്ഷമയോടുകൂടി കൺട്രോൾ ചെയ്ത് ചെയ്യുക. 10. കമാൺ. ലാസ്റ്റ് 1. ഗുഡ്. അടുത്തായിട്ട് വീണ്ടും നമ്മൾ കസേരയിൽ ഇരിക്കുന്നു. നമ്മുടെ നാലാമത്തെ എക്സസൈസ് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ കൈകൾ കസേരയിൽ പിടിക്കുക. അതിനുശേഷം 1, മൂവ്. 2, കമാൺ. 3, 4, 5, 6, 7, 8, 9, 10. Come on, 2 more. 1, 2. റിലാക്സ് ചെയ്യാം. ഈ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലുകൾക്ക് നമുക്ക് ചെറിയൊരു മസാജിങ്, ഒരു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. നമ്മുടെ മസിൽസ് ഒക്കെ കൂടുതലൊന്ന് ഇതാവട്ടെ. ഓക്കെ, അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേ എക്സസൈസ് ഒന്നും കൂടെ ചെയ്യാം. കമാൺ. 1, 2, വെരി ഗുഡ്. 3, 4, 5, 6, 7, good. 8, 9, 10. 2 more. 1, 2. റിലാക്സ്. 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡ് കിക്ക് ആണ്. ഓക്കെ, അത് നിങ്ങൾ ഇതാണ്ട് ചെയറിൽ ഇതാണൊക്കെ പിടിച്ച് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതേപോലെ നിങ്ങളുടെ കാല് സൈഡിലോട്ട് ഓക്കെ കിക്ക് ചെയ്യുക. അതായത് ഇതേപോലെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1, നൈസ്. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 2, 3, 4, 5, 6, 7,
8 9 10. വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. 1 2. ഈ എക്സസൈസ് ചെയ്യുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകളുടെ ആ ഒരു സ്ട്രെങ്തനിങ് മാത്രമല്ല വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ ബോഡി ബാലൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും കൂടെ സഹായിക്കും. ഓക്കെ, 12 എണ്ണം നമ്മൾ ഒരു സൈഡിൽ ചെയ്തു. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിൽ ഇതേപോലെ ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഇതേ കണക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും നിൽക്കാം. ഓക്കെ, ഇതേപോലെയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 2 കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം 1 2 3 4 5 6. Nice. 7 8 9 10. Come on. One more. 2. അപ്പം നമ്മൾ 12 എണ്ണം വെച്ച് ഓരോ കാലിലും ചെയ്തിട്ടുണ്ട്. 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ എക്സസൈസ് തന്നെ ഒന്നും കൂടെ ആവർത്തിക്കുന്നതാണ്. ഓക്കെ, വീണ്ടും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം വീണ്ടും 1 2 3 4. Nice. Come on. 6 7. 5 more. 1 2 3 4 5. 12 എണ്ണം നമ്മൾ വീണ്ടും ചെയ്തു. വീണ്ടും നമ്മൾ അടുത്ത സൈഡിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, കമാൺ. 1 2 3 4 5 6 7 8 9. Come on, 3 more. 1 2 3. 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. വീണ്ടും നമ്മൾ ഇരുന്നുകൊണ്ടുള്ള എക്സസൈസിലോട്ട് പോകുന്നു. ഇതൊരു ഹോൾഡിംഗ് എക്സസൈസ് ആണ്. ഈ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കും ഈ ഒരു എക്സസൈസ്. അപ്പം ഇതിനൊക്കെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടതിന് ശേഷം നിങ്ങളുടെ 2 കാലുകളും ഇതേ കണക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യുക. ഓക്കെ, 5 സെക്കൻഡാണ് ഹോൾഡ് ചെയ്യേണ്ടത്. കമാൺ. 1 2 3 4 5. ഗുഡ്. ഓക്കെ, വീണ്ടും 1 2 3 4 5. സാവധാനം താഴ്ത്തു കൊണ്ടുവരിക. കമോൺ. 1 2 3 4 5. നൈസ്. കമോൺ. 1 2 3 4 5. നൈസ്. 1 2 3 4 5. Very good. Come on. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. Nice. 2 more. 1 2 3 4 5. Come on, last one. 1 2 3 4 5. Relax. Okay. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് സ്റ്റാൻഡിങ് കാഫ് റൈസ് ആണ്. അപ്പം കസേരയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ വിരലിൽ കുത്തി എഴുന്നേക്കുക. കാലിന്റെ വിരലിൽ കുത്തി നിങ്ങൾ പൊങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 1 ഹോൾഡ് ചെയ്യുക. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ പെട്ടെന്നല്ല ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ട് പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഈ എക്സസൈസുകളെല്ലാം തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, കമാൺ. സ്റ്റാർട്ട് ചെയ്യാം. ഹോൾഡ് ചെയ്യുക.
സാവധാനം താഴ്ത്തി വരിക. 2 ഹോൾഡ്. സാവധാനം താഴ്ത്ത്. 3 ഹോൾഡ്. വെരി ഗുഡ്. 4 ഗുഡ്. 5 6 വെരി ഗുഡ്. 7 8 9 hold. Come on. 10 very good. 2 more. സാവധാനം താഴ്ത്തി വരിക. വീണ്ടും ഹോൾഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഒരു വട്ടം കൂടെ നമ്മൾ ഇതേ കണക്ക് തന്നെ ഈ സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്യും. 10 സെക്കൻഡ് റെസ്റ്റ്. ഓക്കെ, വീണ്ടും നമുക്ക് നിങ്ങൾ കൈ ഇങ്ങനെ ബലത്തെ പിടിക്കരുത്. ഓക്കെ, കൈ താണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിരുന്നാൽ മതി. നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ കസേരയിൽ നിന്ന് ടച്ച് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾ മുമ്പോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിനായിട്ട്. ഓക്കെ, കമോൺ. ഹോൾഡ്. സാവധാനം താഴ്ത്തി വരിക. 1 നൈസ്. ഹോൾഡ്. 2 3 4 5 hold. 6 7 8 9 സാവധാനം താഴ്ത്തി വരിക. കമോൺ. വെരി ഗുഡ്. ഹോൾഡ്. സാവധാനം താഴ്ത്തി വരിക. 1 മോർ. ഓക്കെ, അപ്പൊ നമ്മുടെ 12 എണ്ണം കഴിഞ്ഞു. കാഫ് മസിൽസിനെ ഫുള്ളായിട്ട് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന എക്സസൈസ് ആണിത്. ഓക്കെ, അടുത്ത എക്സസൈസ് ഇരുന്നുകൊണ്ടുള്ളതാണ്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് ചേർത്ത് വെക്കുക. ഓക്കെ, ഇതേ കണക്ക് പാദങ്ങൾ ചേർത്ത് വെച്ച് ഇതേ കണക്ക് ഇരിക്കുക. സ്ട്രെയിറ്റ്. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് കാലിത ഇതേപോലെ വൈഡ് ചെയ്യുക. 1 2 നല്ല ഫോഴ്സിൽ 3 അടിപ്പിക്കുക. 4 5 വെരി ഗുഡ്. 6 7 8 9 10 നല്ല എക്സസൈസ് ആണ്. 1 2 ഓക്കെ, 12 എണ്ണം ചെയ്തു. റിലാക്സ്. 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് ഒന്നും കൂടെ ആവർത്തിക്കാം. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കാലുകൾ ചേർത്ത് വെക്കുക. പാദങ്ങൾ ചേർത്ത് വെക്കുക. കമോൺ. നല്ല ഫോഴ്സ് ആയിട്ട് തന്നെ, നല്ല ശക്തിയായിട്ട് തന്നെ. 1 2 ഗുഡ്. 3 4 5 6 7 വെരി ഗുഡ്. കമോൺ. 8 9 3 more. 1 2 1 more. 3 റിലാക്സ്. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാണ്ട് ചെയറിന്റെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സൈഡിലോട്ട് നിൽക്കുക. ചെയറിന്റെ സൈഡിലായിട്ട് ഇതേ കണക്ക് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ കാല് ഇതേ കണക്കൊന്ന് ഉയർത്തുക. ഇതേപോലെ. അതിനുശേഷം ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ സൈക്കിളിൽ ചവിട്ടുന്ന ആ ഒരു പൊസിഷൻ. 2 3 4 5 come on. 7 8
9, 10, 1, 2. ഓക്കെ. അതിനുശേഷം അടുത്ത കാലിൽ ആവർത്തിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം കാല് ഇതാണ് ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 2 more. 1, 2. ഓക്കെ. റിലാക്സ്. അപ്പം നമുക്ക് ഇനി ഒരു സ്ട്രെച്ചിങ് കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഓക്കെ. നമ്മുടെ കാലുകൾക്ക് ഒരു സ്ട്രെച്ച് ചെയ്യാം. നമ്മൾ ഇത്ര നേരം കാലുകളുടെ മസിൽസിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചല്ലേ. അപ്പം ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ കസേരയിൽ ഇരുന്ന് നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇതേപോലെ. അതിനുശേഷം നിങ്ങൾ പതുക്കെ ഒരു കൈ കൊണ്ടുവന്ന് ഇതേ കണക്ക് കൈ കൊണ്ടുവന്ന് നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ വിരലിൽ പിടിച്ചത് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഒരു 5 സെക്കൻഡ് നിങ്ങൾ ഇതൊക്കെ ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. ഓക്കെ. അതിനുശേഷം അടുത്ത സൈഡിൽ 1, 2, 3, 4, 5. വീണ്ടും അടുത്ത സൈഡിൽ 1, 2, 3, 4, 5. ഓക്കെ. അടുത്ത സൈഡിൽ വിരല് പതുക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ട് ബാക്കിലോട്ട്. നിങ്ങൾക്ക് വിരലിൽ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇടത്തോളം നിങ്ങൾക്ക് കുനിയാം. ഓക്കെ. നല്ല സ്ട്രെച്ചിങ് കിട്ടും കാലുകൾക്ക്. ഇതേപോലെ 1, 2, 3, 4, 5. നൈസ്. അപ്പം ഇതാണ് എക്സസൈസ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, കാരണം ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് 20 മിനിറ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും ഇതുകൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു. അടുത്ത വീഡിയോ ബൈ.